എടാ വീർ, നീ മഹാരാജാവ് ചിം ചിമ്മിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണല്ലേ? കൊള്ളാം, വളരെ നല്ലത്. പക്ഷെ ഇപ്പോ നിന്നെ സഹായിക്കാനായി ഇവിടേക്കും ആരും വരില്ല. എന്റെ വായി ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഗാഡ്ജറ്റ് ഒന്നും കമാൻഡ് ചെയ്ത് വരുത്താൻ കഴിയില്ല. എന്റെ ശബ്ദം പുറത്ത് വരുന്നില്ലല്ലോ. ഞാൻ വിരിക്കുന്ന വലയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലോകത്താർക്കുമാവില്ല. വീർ, എനിക്ക് ഇവിടുത്തെ രാജാവാകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ എന്റെ സുഹൃത്ത് ബ്ലാക്ക് സ്പൈഡറിനോട് ഇവിടെയുള്ള ആളുകളെ എല്ലാം ശരിക്കും പേടിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെയുള്ളവർക്കെല്ലാം രാജാവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെ ആ രാജാവിനെ സ്ഥാനത്ത് നിന്നും മാറ്റി ഞാൻ സ്വയം ഇവിടെ രാജാവായി മാറും. ഇത് കൊള്ളാമല്ലോ. മിന്നാമിന്നി ലോകത്ത് മനുഷ്യന്മാരെ പോലെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടോ? നീ ശരിക്കും ഒരു മണ്ടനാണ്. നീ രക്ഷപ്പെടില്ല. എന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടുത്തെ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് മിന്നാമിനിങ്ങിനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. അവരുടെ ദേഹത്ത് നിന്ന് വരുന്ന വെളിച്ചം തീരെ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒത്തിരി ഇഷ്ടത്തോടെ കഴിക്കും. പാക്കിന്റെ മണ്ടേ കേറടാ, മൂക്കും കുത്തി വീഴടാ, 4 മാസം കിടക്കടാ. ഈ കഴുതയെ ഞാൻ ആദ്യം കഴിക്കട്ടെ. അത് കഴിഞ്ഞ് വീറിനെയും മിമിലിയെയും കഴിക്കും. വീർ, ജിണ്ടുവിനെ വിളിക്ക്. അവൻ എവിടെയാണ്? ഇവിടെ എന്തായി സംഭവിക്കുന്നത്? ആ ബ്ലാക്ക് സ്പൈഡർ അവരെ പിടിച്ചിരിക്കുകയാണ്. അത് വലിയൊരു ചിലന്തിയാണ്. ബ്ലാക്ക് സ്പൈഡറോ? എനിക്ക് ഈ ചിലന്തികളൊക്കെ ഭയങ്കര പേടിയാ. ജിണ്ടു, പോവല്ലേ? ജിണ്ടു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. അവന്റെ ഓർമ്മ പോയെന്നാ തോന്നുന്നേ. വീർ, വീർ. മഹാരാജാവേ, ഞാൻ അമ്പെയ്താ വല മുറിച്ച് അവരെല്ലാം രക്ഷിക്കാം. വേണ്ട, നീ ഇപ്പോൾ അമ്പെയ്താൽ വീറിനും അവന്റെ കൂട്ടുകാർക്കും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. എല്ലാവരോടും അവരവരുടെ വീട്ടിലുള്ള സിലിണ്ടർ എടുത്ത് ദൂരെ എവിടെയെങ്കിലും എറിഞ്ഞാളേം പറ. ഇപ്പൊ തന്നെ വേണം, വേഗം. പക്ഷെ വീർ, അത് മുത്തശ്ശ, ഒട്ടും സമയമില്ല. എല്ലാം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇംലി ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് പോ. എന്നിട്ട് എല്ലാ വീട്ടിലെയും ഗ്യാസ് സിലിണ്ടർ എടുത്ത് എവിടെങ്കിലും പുറത്തേക്ക് കളാ. വേഗം ചെല്ല്. അപ്പോഴേക്കും ഞാൻ ഇയാളുടെ കാര്യം നോക്കാം. എന്നെ പിടിച്ചോ.
അപ്പൊ ദിനവൻ വെള്ളം കുടിക്കും. അയാള് താഴേക്ക് വീണു. ഗ്രാമത്തിലുള്ള എല്ലാ സിലിണ്ടറും എല്ലാവരും പുറത്തു കൊണ്ടുവച്ചു. മുത്തശ്ശനോട് എന്നാ പറയാൻ പോകുന്നേ? ഒരാൾ ഈ ഗ്രാമത്തെ മുഴുവൻ ബോംബ് വെച്ച് നശിപ്പിക്കാൻ വന്നതാന്ന് പറയാം. നമ്മളെല്ലാവരും അവന്റെ പ്ലാൻ മനസ്സിലാക്കിയത് കൊണ്ട് അവൻ ഓടിക്കളഞ്ഞു. ഇനി നമ്മൾ ഈ സിലിണ്ടർ എല്ലാം പോലീസിനെ വിളിച്ച് അവരുടെ കയ്യിൽ കൊടുക്കാൻ പോവാ. ശരി, അങ്ങനെ തന്നെ പറയാം. ഞാൻ ആലോചിക്കുന്നത് ഇത്രയൊക്കെ നടന്നിട്ടും നമ്മൾ ആരും എന്താ ജിണ്ടുവിനെ വിളിക്കാഞ്ഞതെന്നാ. എല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് ജിണ്ടുവിനെ വിളിക്കാനേ മറന്നുപോയി. എന്തുമാത്രം ക്യാരറ്റാ നോക്ക്. ഇത്രയധികം ക്യാരറ്റ് ഇത് എവിടുന്നാ വന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് പോവായിരുന്നു. പോകുന്ന വഴി എന്റെ കാലൊന്ന് തെന്നിയതാ. അങ്ങനെ ആ ക്യാരറ്റ് താഴെ വീണ. എന്റെ ക്യാരറ്റ് ഞാൻ എടുത്ത് തിന്നാനുണ്ടല്ലോ. ക്യാരറ്റ് മുന്നിൽ കിടന്നിട്ട് ഞാൻ കഴിക്കരുതെന്നോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ചുൾബുൾ ബണ്ടിയുടെ ക്യാരറ്റ് നീ തിന്നരുത്. ഞാൻ നിനക്ക് വേറെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു തരാം. അവൻ കഴിച്ചോട്ടെന്നേ. ഇതിപ്പോ നിലത്ത് വീണു പോയല്ലോ. എനിക്ക് അതുകൊണ്ട് ഇനി ഇതിന്റെ ആവശ്യമില്ല. ബണ്ടി സ്കൂൾ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നേ. നമ്മളെ തൊട്ട് പിന്നാലെ അവൻ സ്കൂളിലേക്ക് വരുമായിരുന്നു. അവൻ മാർക്കറ്റിൽ നിന്നല്ല വന്നത്. അപ്പോ അവന്റെ കയ്യിൽ എങ്ങനെ ക്യാരറ്റ് വരുക? അവനെന്ത് ഒളിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. സ്കൂളിലേക്ക് പോവാം, അപ്പ അറിയാലോ. ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ഒരു സ്പോർട്സ് സൈക്കിൾ ഉണ്ടാവട്ടെ. ഇന്നേ വരെ ആരും കാണാത്ത തരത്തിലുള്ളത്. വീർ, വേഗം വന്ന് എന്റെ സൈക്കിളിന്റെ കൂടെ നീ ഒരു റേസ് നടത്ത്. അതിന് എന്റെ കയ്യില് സൈക്കിൾ ഇല്ലല്ലോ. പക്ഷെ ഒരു കഴുതയുണ്ടല്ലോ. എന്താ മോളെ, ഇത്തിരി പോന്ന ഉണ്ടപ്പക്രു ഇമിലി, നീ റേസ് വെക്കുന്നോ? വീറിന് അല്ലെങ്കിലും ധൈര്യം ഇല്ലല്ലോ. ഇവന്റെ കയ്യിൽ ഇത്ര അടിപൊളി സൈക്കിൾ എവിടുന്നാ വന്നത്? വീട്ടിൽ നിന്ന് നടന്നാണല്ലോ വന്നത്. എന്ത് ഷോ ഓഫ് ഇവൻ കാണിക്കുന്നേ? ചെലപ്പോ ചെഡാങ്കള് വാങ്ങിക്കൊടുത്തതായിരിക്കും. ഫെദർ 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 ഓഫ് ഓൾ വെദർ. മിസ്റ്റർ കക്കടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവട്ടെ. എന്നിട്ട് വീറിനെ നല്ലൊരു പാഠം പഠിപ്പിക്ക്. ഇത് കേൾക്ക്. വീർ, നിനക്ക് ഇത്ര ധൈര്യമോ? ബണ്ടിയെ പോലെ വളരെ ബുദ്ധിമാനും സമർത്ഥനും ഇന്റലിജന്റുമായ ഒരു കുട്ടിയെ നീ ബുദ്ധിമുട്ടിച്ചോ? വേഗം ചെവിക്ക് പിടിക്ക്. സർ, ഇവൻ സാറിനോട് കള്ളം പറയുന്നയാ. നീയും ചെവിക്ക് പിടിക്ക്. വീരനെ പോലെ ഉഴപ്പനും മരമണ്ടനും വികൃതിയുമായ ഒരു കുട്ടിക്ക് സൈഡ് പറയുന്നോ? സർ, പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. ടണല് വളരെ വേഗം ക്രോസ് ചെയ്യാനായി ഞാൻ നിനക്ക് സ്ലൈഡിംഗ് വീൽ തന്നിട്ടുണ്ട്. അതിന്റെ സഹായത്തോടെ നിനക്ക് ടണലിലൂടെ ഈസിയായി വളരെ വേഗത്തിൽ സ്ലൈഡ് ചെയ്ത് പോകുവാൻ സാധിക്കും. താങ്ക് യു അപ്പൂപ്പ. ഓൾ ദ ബെസ്റ്റ് വീർ. സ്ലൈഡിംഗ് വീൽ ഓൺ. സ്ലൈഡിംഗ് വീൽ ഓൺ. Wingsuit on. എനിക്ക് അറിയായിരുന്നു നീ വരുമെന്ന്. ഞാൻ ഒട്ടും പേടിച്ചിട്ടില്ല വീർ.
രക്ഷിക്കണേ വീർ, വീർ, help, help. ഇമ്ലി, നീ ആ സൈഡിൽ എവിടെങ്കിലും പോയി നിൽക്കേ. ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. വെൽക്കം വീർ, വെൽക്കം. ഇങ്ങോട്ടുള്ള യാത്രയിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് നിന്നെ പിടിക്കുവാൻ സാധിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ നിന്നെ പിടിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പൊട്ടിപ്പൊളിഞ്ഞ കാറ് പോലെ നിന്നെ ഞാൻ ക്രഷ് ചെയ്യാൻ പോവുക. അതിനുശേഷം നീ വെറും ഇരുമ്പ് കഷ്ണങ്ങളായി മാറും. നീ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ എന്നേക്കുമായി നശിപ്പിക്കുവാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ വീർ.